ഹായ് ഹലോ. നെല്ലിയാമ്പതി പോയി അവിടേക്ക് ഒന്ന് കറങ്ങിയടിച്ച് അവിടെ ഒരു പഴയൊരു കാർണവർ മൂപ്പിൽ സാഹിബിൻ്റെ ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. ഏകദേശം ഒരു 100-120 പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ കാട്ടിലൂടെ ഒരു 14 കിലോമീറ്ററൊക്കെ ഓഫ് റോഡ് അടിച്ച് എല്ല് വെള്ളമാക്കിയിട്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. അപ്പോൾ അവിടുത്തെ ഒരു രാത്രിയിലെ സ്റ്റേയും അവിടുത്തെ ബാക്കി വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു കൊച്ചു ട്രാവൽ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുൺ. വെൽക്കം ടു പിക്സൽ റൂട്ട്സ്. നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ഫാമിൻ്റെ അടുത്തായിട്ടാണ് മിസ്റ്റി വാലിയുടെ കാർ പാർക്കിംഗ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിക്ക് ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇനി റിസോർട്ടുകാർ സെറ്റാക്കി തന്ന ജീപ്പിൽ വേണം നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഫോറസ്റ്റിൻ്റെ അനുമതിയുള്ള വെഹിക്കിൾസ് മാത്രമേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. നെല്ലിയാമ്പതിയിൽ നിന്ന് സീതാർകുണ്ട് പോകുമ്പോഴേക്ക് ചെറിയൊരു കേസ് ഇവിടെ സബ്സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് അടിച്ചാൽ പിന്നെ കട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ആവുക. എല്ല് വെള്ളമായിട്ടിരുന്നാൽ മതി. ആ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. അവിടെ വെഹിക്കിളിന് 100 രൂപയും ഒരാൾക്ക് 80 രൂപയും. അത് നമ്മൾ തന്നെ അടയ്ക്കണം. അത് റിസോർട്ടിലെ പേയ്മെൻറ്റിൽ അത് പെടില്ല. അത് അടച്ച് പാസ് എടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ല് വെള്ളമാവും ഉറപ്പാണ്. മിസ്റ്റി വാലി പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 വ്യൂ പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പുലയമ്പാറയിൽ നിന്ന് ജീപ്പ് എടുത്തിട്ട് ആ ഒരു പാക്കേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു 2 വ്യൂ പോയിന്റ്സിലോട്ടായിരിക്കും. അപ്പോൾ ഇതിൽ അവസാനത്തെ വ്യൂ പോയിന്റ് ആയ ഒരു കാരാശൂരി, ഒരു ചെറിയൊരു ആദിവാസി ക്ഷേത്രമെല്ലാമായി ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് സെറ്റപ്പ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് കൊടുത്ത് പോകാം. മിക്കവാറും മിസ്റ്റി വാലി പോകുന്നവർ മാത്രമാണ് അവിടേക്ക് പോകാറുള്ളത്. ഇതാണ് മിന്നാമ്പാറ, ഈ റൂട്ടിലെ ആദ്യത്തെ വ്യൂ പോയിന്റ്. അവിടെ താഴെ കാണുന്നത് പോപ്സൺ ഗ്രൂപ്പിന്റെ എസ്റ്റേറ്റ് ആണ്. അതിലും താഴെ അങ്ങ് അടിവാരത്ത് കാണുന്നത് നമ്മുടെ സ്വന്തം കൊല്ലങ്കോടും. ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തതും ഈ റൂട്ടിലെ 2ാമത്തെ വ്യൂ പോയിന്റ് ആയ മാട്ടുമലയാണിത്. ആ കാണുന്ന മലയിലൂടെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ മോഹൻലാൽ ജീപ്പ് ഓടിച്ചിട്ടുള്ള തകർത്ത സീനുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ കാണുന്ന പാറയിൽ ഇവിടെ അവർ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇവിടുത്തെ കാറ്റൊരു രക്ഷയില്ല കേട്ടോ. ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലങ്കോട് കൊക്കയിൽ എപ്പോൾ പോയി കിടന്നു ചോദിച്ചാൽ മതി. ആ കിളീനെ കണ്ടോ, കിളി പോയ കിളി പോലെ ഉണ്ട് പുള്ളിക്കാരൻ. ഒരു എഫേർട്ട് എടുക്കുന്നില്ല, കാറ്റിൻ്റെ താളത്തിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്തോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇത് ചത്ത കിളിയാണോന്ന്. കാരണം നോക്കി നിങ്ങൾ, അതിങ്ങനെ പറന്നു പോണ പോലെയില്ലേ. പക്ഷെ ഒരു എഫേർട്ടും ഇല്ല, ചിറകൊന്നും അടിക്കുന്നില്ല. പുള്ളിക്കാരൻ താഴ്ത്തു പോയി, പക്ഷെ പൊങ്ങി വരും. കളിക്കാൻ തോന്നുന്നു. ഓരോരോ സംഭവങ്ങളെ അതാ വന്നു. എന്തായാലേ ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ. ഈ ഒരു ട്രിപ്പിന് നിങ്ങൾ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു 3-4 കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ പെട്രോൾ പമ്പ് നമുക്കില്ല. നെല്ലിയാമ്പതിക്ക് അടുത്തുള്ള പെട്രോൾ പമ്പ് നെന്മാറയാണ്. അപ്പോൾ ആവശ്യമുള്ള പെട്രോളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കണക്ടിവിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ പുലയമ്പാറ എത്തിയിട്ട് ഇവിടുത്തെ റിസോർട്ടിലെ ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ടിവിറ്റി വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജിയോൻ്റെയോ BSNL ഒരു സിം ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിമ്മോ നമ്മൾ കയ്യിൽ കരുതിയാൽ വലിയ ഉപകാരമായിരിക്കും. കണക്ടിവിറ്റി മുഖ്യം വയ്ക്കലേ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഓഫ് റോഡെല്ലാം പോയിട്ട് ഇനി മുകളിൽ പോയിട്ട് ഒരു മരുന്ന് വേണമെന്നോ ഇനിയിപ്പോൾ ചുരം കയറി വരുമ്പോൾ വരെ തലവേദനയോ ഛർദി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ ഇവിടെ നമുക്ക് മരുന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു മെഡിക്കൽ ഷോപ്പില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി പാർക്കിങ്ങിലിട്ടില്ലേ പുലയമ്പാറ ഓറഞ്ച് ഫാമിൻ്റെ അടുത്ത്, അവിടെ നിന്ന് മേടിച്ചോളാം കേട്ടോ. കാരണം ജീപ്പ് എടുത്ത് പിന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല ചേച്ചിയെ. ഒരു ആദിവാസി ക്ഷേത്രവും ചുറ്റപ്പെട്ട മലനിരകളാൽ കിടക്കുന്ന ഈ വ്യൂ പോയിന്റിൻ്റെ പേരാണ് കാരാശൂരി. ആ വനദേവതയുടെ പേരിലാണ് ഇന്നും ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇനി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ നമ്മുടെ ഇന്നത്തെ സ്റ്റേയിലേക്ക് എത്താം. പോണ വഴിക്ക് പോലെ മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അവിടെ പോയി എന്തായാലും കാണും. അതങ്ങനെ നമുക്കൊരു മ്ലാവിനെ സ്പോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്ത് വരുമ്പോഴേക്ക് എന്തായാലും ഇത് പറക്കും. മ്ലാവുകൾ അങ്ങനെ ഒരു മനുഷ്യന്മാരുടെ ഒരു അതാ പോയി. അതന്നെ, വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, കാടിനുള്ളിൽ ഒരു വിശ്രമിച്ച വീട്. ഇത് വേറെ ഒന്നുമില്ല. ഇവിടെ പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. അതായത് ഓറഞ്ച്, കാപ്പി, പേരയ്ക്ക അങ്ങനെയൊക്കെ. ഇപ്പം ഇന്നതില്ല. അപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്ന പഴയൊരു വീടാണോ അത്. ഇന്നിപ്പോൾ ആരും താമസമൊന്നുമില്ല, ഒക്കെ പൊട്ടി പൊളിഞ്ഞു പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാടിനുള്ളിൽ ഇത്ര ഭീകരമായൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വീടും, അതും കറണ്ടില്ലാണ്ട്. നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ വയ്യ.
അങ്ങനെ നമ്മൾ കുലുങ്ങി കുലുങ്ങി മിസ്റ്റി വാലി എത്താറായിട്ടോ. അപ്പോഴാണ് ആ റോട്ടിൽ ഒരു ജില്ലി ഒരു പരുന്ത്, നമ്മുടെ നാടൻ പരുന്തല്ല കാട്ടുപരുന്താണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ പരുന്തിന്റെ ഒരു 2 ഇരട്ടി വലിപ്പം വരും. ജീപ്പിന്റെ ബോണറ്റിലൊക്കെ വന്നിരുന്നാൽ ആ ജീപ്പ് ഫില്ലാവും. അപ്പോൾ ഞാൻ ആ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന സംഭവം. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ പരുന്ത് കാട്ടുപരുന്താണ്. ഏകദേശം അത്യാവശ്യം വലിയൊരു പൂവൻകോഴിനും പാമ്പിനൊക്കെ ആണ് ഇവരുടെ മെയിൻ പരിപാടി. അവർ വളരെ സിമ്പിളായിട്ട് അവരെ റാഞ്ചി കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ പുള്ളി എന്തൊരു എരേനെ കണ്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പടക്കാനുള്ള പരിപാടിക്ക് ഇങ്ങനെ റാഞ്ചിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ജീപ്പൊക്കെ ഓഫാക്കി ഒരു റാഞ്ചൽ സീൻ ഇങ്ങനെ മനസ്സിൽ കണ്ട് നിൽക്കുകയാണ്. കിട്ടുമെന്നറിയില്ല, പക്ഷേ വെയിറ്റ് ചെയ്യാം. പക്ഷേ ആശാൻ ഇങ്ങനെ താഴ്ന്ന് വളരെ പറക്കണം. അപ്പോൾ ഇവർ സാധാരണ ഇങ്ങനെ താഴ്ന്ന് പറക്കാറില്ല. പിന്നെ നമ്മൾ പോവാത്തോണ്ടാണെന്ന് അറിയില്ല, പുള്ളി ഒന്നിനും പിക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവാട്ടോ, ഒന്നും കിട്ടിയില്ല. ഇത് കാണുമ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷേ ഇത് ഫോറസ്റ്റ് അല്ല കേട്ടോ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മിസ്റ്റി വാലിയുടെ അണ്ടറിൽ വരുന്ന 450 ഏക്കേഴ്സിൽ പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു 5-6 ടൈപ്പ് ഓഫ് സ്റ്റേ അവൈലബിൾ ആണ്. റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ്, ഹെറിറ്റേജ് ബംഗ്ലാവ്, കരടി ബംഗ്ലാവ്, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെ വന്നാലും അതാണ് അവരുടെ അധോലോകം. അവിടെ പോയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഈ പറഞ്ഞ സ്റ്റേസ് എല്ലാം തമ്മിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസിന് ആപ്റ്റായിട്ട് മുളയും ഓടൊക്കെ വെച്ചിട്ടാണ് അവർ ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ എല്ലാ പാക്കേജസും നമുക്ക് ഫുഡ് ഇതിൽ അവൈലബിൾ ആണ്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ 4 മണിക്ക് ഒരു ചായയും കടിയൊക്കെ കിട്ടും. എൻ്റെ അമ്മോ, അങ്ങനെ 2 മണിക്കൂറത്തെ കട്ട ഓഫ് റോഡിന് ശേഷം നമ്മൾ ധോത്തിമാതാമ്പടിയും സായിപ്പിൻ്റെയും പഴയ ബംഗ്ലാവിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഞാൻ ഇവിടേക്ക് കുറേ വരണമെന്ന് വിചാരിക്കുന്നു. എപ്പോൾ വിളിച്ചാലും എന്ന് വിളിച്ചാലും ഇവിടെ റൂമില്ല, അവൈലബിൾ അല്ല എന്നൊക്കെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ദാസ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ റൂമിൻ്റെ ഉൾഭാഗം തുറന്ന് കാണിച്ചു തരാം. ആദ്യമേ പറയാനുള്ളത്, ലക്ഷറി എക്സ്പെക്ടേഷനുമായിട്ട് ആരോടേക്ക് വരരുത്. സാധാരണ ഒരു നോർമൽ റൂമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിനുള്ളിൽ ഈ പറഞ്ഞ പോലെ തീയെല്ലാം കായാനുള്ള ഒരു പ്ലേസ് ഉണ്ട്, അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞവർ. പിന്നെ ഇവിടെ കറണ്ടിൻ്റെ അഭാവമുണ്ട്, അതുകൊണ്ട് തന്നെ സോളാറാണ്. കെറ്റിലോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കൊണ്ട് പ്ലഗ് ചെയ്യരുത്, കാരണം ഫ്യൂസ് അടിച്ച് പോയി പിന്നെ രാത്രി സീനാവും. പിന്നെ ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രസ്സിംഗ് റൂം തന്നെ. പിന്നെ അപ്പുറത്ത് ബാത്റൂമാണ്, അതും അത്യാവശ്യം കുറ്റം പറയാനൊന്നുമില്ല. ഇതിൻ്റെ ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ അടിഭാഗത്ത് കണ്ടോ, ചാന്തെല്ലാം തേച്ച് പഴയ ഒരു പ്രൗഢി അവർ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, കട്ടിലും ബെഡെല്ലാം നോർമൽ. എന്നിരുന്നാലും ബാക്കിയെല്ലാം ഗുഡ്. സായിപ്പിൻ്റെ റൂമിൽ കിടന്നുറങ്ങി എന്നൊരു ആത്മനിർവൃതി അടയാം. നമ്മുടെ ബംഗ്ലാവിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ചെറിയൊരു പാറക്കുളമുണ്ട് കേട്ടോ. അത് ഇവിടെ വേനൽക്കാലം മൃഗങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമില്ലാണ്ടിരിക്കാൻ വേണ്ടി അവർ കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ആ കാണുന്ന മലനിരകളൊക്കെ കണ്ടില്ലേ, അത് ആനമലൈ, പറമ്പിക്കുളം, പൊള്ളാച്ചി ഏരിയാസാണ്. എന്താ സീനറി അല്ലേ, ഈ സിനിമയിലെ കാണുന്ന പോലെ. ഈ പുൽത്തകടിയിൽ വൈകുന്നേരങ്ങളിലെ മാന്, മ്ലാവ്, കാട്ടുപോത്തൊക്കെ പുല്ല് മേയാൻ വരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് വരുമോ നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ വരും. ആ ഒരു ആൻറ്റിന കണ്ടോ, അത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാം ഇൻ്റർനെറ്റ് കിട്ടുന്നത്. ഈ ഒരു ആൻറ്റിനയും വേറെ ഒന്നുണ്ടല്ലോ അപ്പുറത്ത്, അതും വെച്ചിട്ട് ഇവർ പൊള്ളാച്ചി മലയിൽ നിന്ന് അവിടെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്, അവിടെ നിന്ന് വലിച്ചെടുത്തിട്ടൊക്കെയാണ് നമുക്ക് ഇവിടെ ഇൻ്റർനെറ്റും വൈഫൈ ഒക്കെ സെറ്റായി കിട്ടുന്നത്. എന്തായാലും 5G സ്പീഡുണ്ട്, സംഭവം കൊള്ളാം. ഈ പ്രേതാലയം പോലെ കിടക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞൊരു ഡോർമെട്രി കേട്ടോ. ഇത് വമ്മ സെറ്റപ്പ് അവിടെ. ഇത് ഏതൊക്കെയോ സിനിമക്കാർ വന്ന് സെറ്റിട്ട് പൊളിച്ച് വെച്ച് പോയിരിക്കുക. നമുക്ക് എന്തെങ്കിലും പരിപാടീസ് നോക്കാം. കണ്ടോ, ഇതിനുള്ളിൽ അന്നത്തെ കാലത്തെ മറ്റേ ടൈപ്പിംഗ് മെഷീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അവശേഷിക്കുന്ന കുറേ കാശുമണി, വിജയകുമാരി, ദേവകി, രാജൻ, ചിങ്ങാനി, പാലായി, ശെൽവൻ, പഴനി, സരോജ, ഇവരൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ
വിലപ്പെട്ട ഒരു ആധാരവും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഡോർമെട്രി കേട്ടോ. ഇതിവിടെ ഒരു ഹൊറർ മൂവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുക. കുറച്ചായി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹൊറർ മൂഡിലേക്ക് നമുക്ക് എത്താം. ഇതൊക്കെ സെറ്റാണ്, കണ്ടില്ലേ? എന്താ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ച് വേണ്ട പ്രസ് ചെയ്ത പോകുന്നൊക്കെ ഉണ്ട്. എന്താ അല്ലേ, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും സിനിമ എന്ന് പറയുമ്പോൾ എന്നും ഒരു കൗതുകമല്ലേ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്തോട്ട് പോകും, പക്ഷേ നമ്മളത് നശിപ്പിക്കുന്നില്ല. ഒരു ചർച്ചിൻ്റെ ഒരു സെറ്റപ്പാണത്. പക്ക ഒരു ചർച്ച് ആംബിയൻസ് ആണ്. വളരെ സംഭവമായിട്ട് ഒരു തിരിശേഷിപ്പിൻ്റെ കഥകളൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു സംഭവമൊക്കെയാണ്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും രാത്രി വഴിക്ക് വന്ന ക്ലിപ്പ് മാറും, യാതൊരു സംശയമുണ്ട്. അങ്ങനെ സമയം 7 മണിയായിട്ടോ. നമ്മുടെ സഫാരിക്കുള്ള ജീപ്പുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറാണ് ഇവിടെ നൈറ്റ് സഫാരി വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പകൽ പോവാം. അത് നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ഇവിടെ ഷെഡ്യൂളൊക്കെ മാറ്റാം. അതും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും ഇപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ അനിമൽസിനൊന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു. ബാക്കിയുള്ള ജീപ്പ് സഫാരി പോലെ ഗസ്റ്റുകൾ അങ്ങനെ കുത്തി നിറച്ച് പോകുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു റൂമിലേക്ക് ഒരു ജീപ്പാണ് അതിൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൂളായിട്ട്, വളരെ ചില്ലായിട്ട്, പ്രൈവസി ആയിട്ട് നമുക്ക് നമ്മുടെ സഫാരിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഫോറസ്റ്റ് അല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ സമയക്രമങ്ങളൊന്നുമില്ല. പക്ഷേ ഫോറസ്റ്റ് അല്ലെങ്കിലും അനിമൽസിനെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പാടില്ല. കാടാണ്, കാടിൻ്റെ ഒരു പോർഷനാണ്. ആ ഒരു മര്യാദ നമ്മൾ എപ്പോഴും കൂടെ കാണിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 കാട്ടീനെ കാണാൻ പറ്റും. 2 ഒരു പയ്യും ഒരു പൈക്കിടാവ് പോലെ ഉണ്ട്, ചെറുതാണ്. ഇഷ്ടം പോലെ ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ആണ് അത്ര ഈ ഒരു കാട്ടീനത്തിൽപ്പെട്ട സംഭവങ്ങൾ. നമ്മൾ അവിടെ താമസിച്ച ഹെറിറ്റേജ് ബംഗ്ലാവിൻ്റെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ ഇവർ മേയാൻ വരാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ അക്രമകാരികളൊന്നുമല്ല. അക്രമം വരാത്ത പക്ഷം അവർ സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം കണ്ടത് 2 കാട്ടികളെ കേട്ടോ. പിന്നെ ടോർച്ചടിച്ച് ചുറ്റുപാടും നോക്കിയപ്പോഴാണ് ഈ കാട്ടിൽ മൊത്തം കാട്ടികളാണ്. ഒരു രക്ഷയില്ല, എവിടെ തിരിഞ്ഞാലും കാട്ടികൾ. ടോർച്ചടിച്ചത് ആശാൻ അത്ര അങ്ങോട്ട് രസിച്ചിട്ടില്ല. ആശാൻ്റെ അങ്ങോട്ട് തിരിഞ്ഞുപോയി. മനുഷ്യൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടാത്തൊരു ടീംസാണ് അവർ. മനുഷ്യനെ കണ്ടാൽ അപ്പോൾ ഒരു കാട്ടി കയറിപ്പോവും. ഇതാ കണ്ടില്ലേ, സാമ്പാർ ഡിയറാണ്. നമ്മൾ വരുന്ന വഴിക്ക് മുന്നേ കണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോഴേക്കും സ്കൂട്ടായി പുള്ളി. ഈ ഭാഗത്ത് 2 ആനകളുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ചില്ലിക്കൊമ്പനും, പിന്നെ ഒന്ന് സൈക്കോയും. ചില്ലിക്കൊമ്പൻ എന്ന് പറയുമ്പോൾ നെല്ലിയാമ്പതിൻ്റെ സ്വന്തം ചില്ലിക്കൊമ്പൻ തന്നെ. ആളൊരു സൈലൻ്റ് ആണ്. പക്ഷേ സൈക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പേര് കേട്ടാൽ തന്നെ അറിയാം. കണ്ടാൽ തന്നെ പെട്ടെന്ന് ആളൊരു അക്രമകാരിയാണ്. ജീപ്പിനൊക്കെ ഒന്ന് പേടിപ്പിക്കുക, അങ്ങനത്തെ സ്ഥിര സ്വഭാവങ്ങളെന്നാണ് ഇവിടുത്തെ സ്ഥിരം ഡ്രൈവർമാർ പറയുന്നത്. അപ്പോൾ സൈക്കോ സൈമൺ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ വിളിക്കാം. സൈക്കോൻ്റെ പ്രസൻസ് കൂടെ ഒരു 2 ദിവസമായിട്ട് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു 2 ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. വരുന്ന വഴിക്കും അത് ആൾ ഫീൽ ചെയ്തു, പക്ഷെ കണ്ടില്ല. പക്ഷെ പോകുന്ന വഴിക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ഒരുപാട് ആശിപ്പിച്ചു. പക്ഷെ ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിലാണ് സൈക്കോ സൈമണെ കാണാനായിട്ട്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എവിടേക്ക് എത്തുമ്പോൾ നല്ലൊരു ആനച്ചൂരുണ്ട്. ഈ ഒരു 450 ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ലൈനിലല്ല, ഈ ഇതിങ്ങനെ സർക്കിൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് 1 മണിക്കൂറായിട്ട്. പക്ഷെ ആളെ അങ്ങോട്ട് സ്കെച്ച് ഇട്ട് കിട്ടുന്നില്ല. കിട്ടും, നോക്കാം. ഇതാ വീണ്ടും കാട്ടികൾക്ക് ഈ കാട്ടിലൊരു ക്ഷാമമില്ല കേട്ടോ. ഇഷ്ടം പോലെ കാട്ടികളാണ്. പക്ഷെ എന്തൊക്കെയായാലും നമുക്ക് ഒരു വൈൽഡ് അനിമൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും അങ്ങോട്ട് മടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒക്കെ ഒരു ഹരമാണ്. അങ്ങനെ 1.5 മണിക്കൂറത്തെ സഫാരിക്ക് ശേഷം നമ്മളിത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങി കേട്ടോ. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുറേ കാട്ടികളെയും സാമ്പാർ ഡിയറിനെയും മാനിനെയൊക്കെ കണ്ടു. ആനയുടെ പ്രസൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മോഹിപ്പിച്ചെങ്കിലും നമുക്ക് ഇന്ന് കാണാനുള്ള ഭാഗ്യമില്ല. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കുറച്ചൊക്കെ ഭാഗ്യം വേണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ചപ്പാത്തിയും ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്. അതെന്തായാലും വയറ് നിറച്ച് കഴിച്ചിട്ട് രാത്രി ആ ഒരു കാടിൻ്റെ വന്യതയിൽ കിടന്നുറങ്ങിയിട്ട് നാളെ കാലത്തെ പ്രഭാതം കൂടി നമുക്ക് കണ്ടിട്ടേ, സൺറൈസ് ഉണ്ട് നമ്മൾ ഓപ്പോസിറ്റ്, അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. എന്നും സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നത് മിക്കവാറും അസാധ്യമാണ്. അത് കാണുന്നതോ ഇങ്ങനെ വരുന്ന ഓരോ സ്ഥലങ്ങളിലും.
അപ്പം എന്തായാലും അത് ഞാനും ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും ഒന്ന് കാണിക്കണം. ഇവിടെ വന്ന് ഈ ഒരു ഇളം തണുപ്പിൽ ഈ ഒരു സൂര്യോദയവും ആ ഒരു കാടിൻ്റെ ആംബിയൻസിൽ നിൽക്കാണ്ട് നമ്മളെങ്ങനെ പോവാ? ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ പഞ്ഞക്കെട്ട് പോലത്തെ മേഘങ്ങളും ആ പുൽനാടികളിലെ മഞ്ഞുകണങ്ങളും പക്ഷികളുടെ കളകള ശബ്ദമെല്ലാം കേട്ട് ആരായാലും ഇങ്ങനെ നിരുന്നു പോകും. നമ്മളെവിടെ വരുന്നു എന്നതിലല്ല, നമ്മളവിടെ വന്ന് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു പിടി ഓർമ്മകളുമായി തിരിച്ചു വേണം പോകാൻ, എന്നാലേ നമ്മളെ യാത്ര സഫലമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.